ആനുകാലിക പ്രസക്തിയുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി റാങ്ക് ക്യൂ നൽകി വരുന്ന വീക്കെൻഡ് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യ ചോദ്യം: ജമ്മു കാശ്മീർ ഔദ്യോഗിക ഭാഷാ ബിൽ പ്രകാരം ഇംഗ്ലീഷിനും ഉറുദുവിനും പുറമെ ജമ്മു കാശ്മീരിൻ്റെ ഔദ്യോഗിക ഭാഷകളിൽ ഉൾപ്പെടുത്തിയത്? കാശ്മീരി, ഡോഗ്രി, ഹിന്ദി. ജമ്മു കാശ്മീർ ഔദ്യോഗിക ഭാഷാ ബിൽ പ്രകാരം ഇംഗ്ലീഷിനും ഉറുദുവിനും പുറമെ ജമ്മു കാശ്മീരിൻ്റെ ഔദ്യോഗിക ഭാഷകളിൽ ഉൾപ്പെടുത്തിയത്? കാശ്മീരി, ഡോഗ്രി, ഹിന്ദി. 2020 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തിൻ്റെ പ്രമേയം: ലിറ്ററസി, ടീച്ചിങ് ആൻഡ് ലേണിംഗ് ഇൻ ദ COVID-19 ക്രൈസിസ് ആൻഡ് ബിയോണ്ട്. 2020 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തിൻ്റെ പ്രമേയം: ലിറ്ററസി, ടീച്ചിങ് ആൻഡ് ലേണിംഗ് ഇൻ ദ COVID-19 ക്രൈസിസ് ആൻഡ് ബിയോണ്ട്. അടുത്തിടെ അന്തരിച്ച ഇന്ത്യൻ റേഡിയോ ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ്? ഗോവിന്ദ് സ്വരൂപ്. അടുത്തിടെ അന്തരിച്ച ഇന്ത്യൻ റേഡിയോ ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ്? ഗോവിന്ദ് സ്വരൂപ്. 2020 സെപ്റ്റംബറിൽ ബംഗാൾ ഉൾക്കടലിൽ നടന്ന ഇന്ത്യ-റഷ്യ സംയുക്ത നാവികാഭ്യാസം? ഇന്ദ്ര നേവി 2020. 2020 സെപ്റ്റംബറിൽ ബംഗാൾ ഉൾക്കടലിൽ നടന്ന ഇന്ത്യ-റഷ്യ സംയുക്ത നാവികാഭ്യാസം? ഇന്ദ്ര നേവി 2020. 2020 സെപ്റ്റംബറിൽ പുനരുപയോഗശേഷിയുള്ള ബഹിരാകാശ പേടകം വിജയകരമായി പരീക്ഷിച്ച രാജ്യം? ചൈന. 2020 സെപ്റ്റംബറിൽ പുനരുപയോഗശേഷിയുള്ള ബഹിരാകാശ പേടകം വിജയകരമായി പരീക്ഷിച്ച രാജ്യം? ചൈന. കേരള വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയുടെ പുതിയ ഡയറക്ടർ? സുദേശ് കുമാർ. കേരള വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയുടെ പുതിയ ഡയറക്ടർ? സുദേശ് കുമാർ. കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിംഗ് 2019-20 പട്ടികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം? ആന്ധ്രാപ്രദേശ്. രണ്ടാം സ്ഥാനം ഉത്തർപ്രദേശ്. കേരളത്തിൻ്റെ സ്ഥാനം 28. കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിംഗ് 2019-20 പട്ടികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം? ആന്ധ്രാപ്രദേശ്. ഓൾ ഇന്ത്യ ടെന്നീസ് ഫെഡറേഷൻ്റെ പുതിയ പ്രസിഡന്റ്? അനിൽ ജെയിൻ. ഓൾ ഇന്ത്യ ടെന്നീസ് ഫെഡറേഷൻ്റെ പുതിയ പ്രസിഡന്റ്? അനിൽ ജെയിൻ. 2020 ദേശീയ അധ്യാപക പുരസ്കാരത്തിന് അർഹരായ മലയാളികൾ? തങ്കലത തങ്കപ്പൻ, VS സജികുമാർ. 2020 ദേശീയ അധ്യാപക പുരസ്കാരത്തിന് അർഹരായ മലയാളികൾ? തങ്കലത തങ്കപ്പൻ, VS സജികുമാർ. ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ പ്രഥമ ഇൻ്റർനാഷണൽ ഡേ ഓഫ് ക്ലീൻ എയർ ഫോർ ബ്ലൂ സ്കൈസ് ആചരിച്ചതെന്ന്? 2020 സെപ്റ്റംബർ 7. ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ പ്രഥമ ഇൻ്റർനാഷണൽ ഡേ ഓഫ് ക്ലീൻ എയർ ഓഫ് ബ്ലൂ സ്കൈസ് ആചരിച്ചതെന്ന്? 2020 സെപ്റ്റംബർ 7. ഇന്ത്യയിലെ ആദ്യ ഇൻ്റഗ്രേറ്റഡ് എയർ ആംബുലൻസ് സർവീസ് നിലവിൽ വന്ന സംസ്ഥാനം? കർണാടക. ഇന്ത്യയിലെ ആദ്യ ഇൻ്റഗ്രേറ്റഡ് എയർ ആംബുലൻസ് സർവീസ് നിലവിൽ വന്ന സംസ്ഥാനം? കർണാടക. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനായി രൂപീകരിക്കുന്ന ആദ്യ ഉപദേശക സമിതിയുടെ ചെയർമാൻ? ജസ്റ്റിസ് N കൃഷ്ണൻ നായർ. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനായി രൂപീകരിക്കുന്ന ആദ്യ ഉപദേശക സമിതിയുടെ ചെയർമാൻ? ജസ്റ്റിസ് N കൃഷ്ണൻ നായർ. 2020 സെപ്റ്റംബറിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് തീപിടിച്ച ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ എണ്ണക്കപ്പൽ? MT ന്യൂ ഡയമണ്ട്. 2020 സെപ്റ്റംബറിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് തീപിടിച്ച ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ എണ്ണക്കപ്പൽ? MT ന്യൂ ഡയമണ്ട്.
പ്രമുഖ ടെലികോം കമ്പനികളായ ഐഡിയ, വോഡഫോൺ എന്നിവയുടെ സംയോജനത്തിലൂടെ നിലവിൽ വന്ന പുതിയ ടെലികോം ബ്രാൻഡ് വി. പ്രമുഖ ടെലികോം കമ്പനികളായ ഐഡിയ, വോഡഫോൺ എന്നിവയുടെ സംയോജനത്തിലൂടെ നിലവിൽ വന്ന പുതിയ ടെലികോം ബ്രാൻഡ് വി. 2020 സെപ്റ്റംബറിൽ അമേരിക്കയുടെ NG-14 സൈഗ്നോസ് കാർഗോ സ്പേസ് ക്രാഫ്റ്റ് ആരുടെ പേരിലാണ് നാമകരണം ചെയ്യപ്പെട്ടത്? കൽപ്പന ചൗള. 2020 സെപ്റ്റംബറിൽ അമേരിക്കയുടെ NG-40 സിഗ്നോസ് കാർഗോ സ്പേസ് ക്രാഫ്റ്റ് ആരുടെ പേരിലാണ് നാമകരണം ചെയ്യപ്പെട്ടത്? കൽപ്പന ചൗള. കേരള സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന ഖരമാലിന്യ സംസ്കരണ പദ്ധതിക്ക് സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്ന സ്ഥാപനം? ലോക ബാങ്ക്. കേരള സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന ഖരമാലിന്യ സംസ്കരണ പദ്ധതിക്ക് സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്ന സ്ഥാപനം? ലോക ബാങ്ക്. കേരളത്തിൽ പുതിയ പോലീസ് ബറ്റാലിയൻ നിലവിൽ വരുന്നത് എവിടെ? നിലമ്പൂർ. കേരളത്തിൽ പുതിയ പോലീസ് ബറ്റാലിയൻ നിലവിൽ വരുന്നത് എവിടെ? നിലമ്പൂർ. ഹൈപ്പർസോണിക് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ വെഹിക്കിൾ അടുത്തിടെ വിജയകരമായി പരീക്ഷിച്ച രാജ്യം? ഇന്ത്യ. ഈ നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഹൈപ്പർസോണിക് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ വെഹിക്കിൾ അടുത്തിടെ വിജയകരമായി പരീക്ഷിച്ച രാജ്യം? ഇന്ത്യ. ഇറ്റാലിയൻ ഗ്രാൻഡ് പ്രിക്സ് 2020 ജേതാവ്? പിയറി ഗ്യാസ്ലി. ഇറ്റാലിയൻ ഗ്രാൻഡ് പ്രിക്സ് 2020 ജേതാവ് പിയറി ഗ്യാസ്ലി. അടുത്തിടെ അന്തരിച്ച ആത്മീയ നേതാവ്? കേശവാനന്ദ ഭാരതി. മൗലികാവകാശവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിയിലൂടെ ശ്രദ്ധേയനായ വ്യക്തി? കാസർഗോഡ് എടനീർ മഠാധിപതി. അടുത്തിടെ അന്തരിച്ച ആത്മീയ നേതാവ്? കേശവാനന്ദ ഭാരതി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ അധ്യാപകരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മാഷ് എന്ന പദ്ധതി ആരംഭിച്ച കേരളത്തിലെ ജില്ല? കാസർഗോഡ്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ അധ്യാപകരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മാഷ് എന്ന പദ്ധതി ആരംഭിച്ച കേരളത്തിലെ ജില്ല? കാസർഗോഡ്. വേൾഡ് ഓപ്പൺ ഓൺലൈൻ ചെസ് ടൂർണമെൻറ്റിൽ കിരീടം നേടിയ ഇന്ത്യൻ താരം? പി. ഇനിയൻ. വേൾഡ് ഓപ്പൺ ഓൺലൈൻ ചെസ് ടൂർണമെൻറ്റിൽ കിരീടം നേടിയ ഇന്ത്യൻ താരം? പി. ഇനിയൻ. ലെബനന്റെ പുതിയ പ്രധാനമന്ത്രി? മുസ്തഫ ആദിബ്. ലെബനന്റെ പുതിയ പ്രധാനമന്ത്രി മുസ്തഫ ആദിബ്. ഒരു ഫുട്ബോൾ താരത്തിൻ്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട ഇന്ത്യയിലെ ആദ്യ സ്റ്റേഡിയം? ബൈച്ചിങ് ഭൂട്ടിയ സ്റ്റേഡിയം, സിക്കിം. ഒരു ഫുട്ബോൾ താരത്തിൻ്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട ഇന്ത്യയിലെ ആദ്യ സ്റ്റേഡിയം? ബൈച്ചിങ് ഭൂട്ടിയ സ്റ്റേഡിയം, സിക്കിം. ഇന്ത്യയിലെ ആദ്യ മറൈൻ ആംബുലൻസ് ആരംഭിച്ച സംസ്ഥാനം? കേരളം. ഇന്ത്യയിലെ ആദ്യ മറൈൻ ആംബുലൻസ് ആരംഭിച്ച സംസ്ഥാനം? കേരളം. അന്താരാഷ്ട്ര ഫുട്ബോളിൽ 100 ഗോൾ നേടുന്ന 2ാമത്തെ താരം? ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇദ്ദേഹം പോർച്ചുഗൽ താരമാണ്. ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ താരം ഇറാൻകാരനായ അലിദേ. അന്താരാഷ്ട്ര ഫുട്ബോളിൽ 100 ഗോൾ നേടുന്ന 2ാമത്തെ താരം? ക്രിസ്ത്യാനോ റൊണാൾഡോ.